ഹലോ ഡിയേഴ്സ്. അപ്പോൾ 3 സബ്ജക്റ്റ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയായിരുന്നു. ഇനിയുള്ളത് ഫാർമസ്യൂട്ടിക്കൽ ഓർഗാനിക് കെമിസ്ട്രി സെക്കൻഡിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഓരോ യൂണിറ്റ്സ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുമ്പം ബെൻസീൻ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്. ഇതിൽ ബെൻസീനെ കുറിച്ചിട്ടും അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ വന്നു എന്നുള്ളതും പിന്നെ അതിൻ്റെ കുറച്ച് റിയാക്ഷൻസ്, അതായത് അരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എങ്ങനെ നടക്കും എന്നുള്ളത്, അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസും, പിന്നെ ബെൻസീനുമായിട്ട് ബന്ധപ്പെട്ടുള്ള 4 കോമ്പൗണ്ട്സിൻ്റെ സ്ട്രക്ചറും യൂസസും കൂടെ പഠിക്കണം. അതായത് DDT, സക്കാരിൻ, BHC, ക്ലോറാമൈൻ. ഇത്രയും ആൾക്കാരെക്കുറിച്ച് പഠിക്കുമ്പം ഈ ചാപ്റ്റർ ആവും. സെക്കൻഡ് യൂണിറ്റിൻ്റെ അകത്ത് 2 ചാപ്റ്റേഴ്സാണുള്ളത്, ഫീനോൾസും അരോമാറ്റിക് അമൈൻസും. ഫീനോൾസ് എന്ന് പറയുമ്പോഴത്തേക്കും, ഫീനോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബെൻസീൻ റിങ്ങിൻ്റെ അകത്ത് ഒരു OH ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ടാണ് ഫീനോൾ, അതായത് ആൽക്കഹോളാണ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫീനോളിൻ്റെ റിയാക്ടിവിറ്റിയും, ഇപ്പോൾ ഫീനോൾ എന്ന് പറഞ്ഞാൽ അസിഡിക് നേച്ചറുള്ള ഒരു കോമ്പൗണ്ടാണ്. അപ്പോൾ അതിൻ്റെ അസിഡിറ്റി എത്രത്തോളം ഉണ്ട്, ആ അസിഡിറ്റിയിൽ എഫക്റ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യുവൻസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫീനോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കോമ്പൗണ്ട്സിൻ്റെ സ്ട്രക്ചർ ആൻഡ് യൂസസും കൂടെ നോക്കണം. ഇവിടെ നോക്കുന്ന സ്ട്രക്ചർ ആൻഡ് യൂസസ് എന്ന് പറയുമ്പം ഫീനോളുണ്ട്, കൂടെ ക്രിസോൾ, റിസോസിനോൾ, നാഫ്തോൾ, ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സും കൂടെ നോക്കണം. ഈ യൂണിറ്റിൽ തന്നെ സെക്കൻഡ് ചാപ്റ്ററാണ് അരോമാറ്റിക് അമൈൻസ്. അരോമാറ്റിക് അമൈൻസ് എന്ന് പറഞ്ഞാൽ ഫീനോൾ എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു ആസിഡ് കോമ്പൗണ്ടാണ്, പക്ഷേ അമൈൻ എന്ന് പറയുന്നത് ഒരു ബേസിക് കോമ്പൗണ്ടാണ്. അപ്പം മറ്റേ ഫീനോളിൻ്റെ അസിഡിറ്റി ചെക്ക് ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ ബേസിസിറ്റി നോക്കണം. അപ്പോൾ ബേസിസിറ്റിയിൽ സബ്സ്റ്റിറ്റ്യുവൻസ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ആയിട്ട് പഠിക്കാനുള്ളൊരു കോമ്പൗണ്ടാണ്, അതായത് അമൈൻസ് തന്നെയാണ് അരയിൽ ഡയസോണിയം സോൾട്ട്. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻസും കാര്യങ്ങളും കൂടെ കവർ ചെയ്യുമ്പോഴാണ് ഈ സെക്കൻഡ് ചാപ്റ്റർ യൂണിറ്റ് 2 സെക്കൻഡ് ചാപ്റ്റർ കവർ ചെയ്യുന്നത്. തേർഡ് യൂണിറ്റാണ് ഫാറ്റ്സ് ആൻഡ് ഓയിൽസ്. അതിൻ്റെ അകത്ത് ഫാറ്റി ആസിഡ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഫാറ്റി ആസിഡ്സിൻ്റെ കുറച്ച് റിയാക്ഷൻസ്, അതായത് ഹൈഡ്രോളിസിസ്, ഹൈഡ്രോജനേഷൻ, സാപ്പോണിഫിക്കേഷൻ, റാൻസിഡിറ്റി, ഡ്രൈയിങ്, ഇതെല്ലാം അതിൻ്റെ റിയാക്ഷൻസാണ്. ഈ റിയാക്ഷൻസ് നോക്കണം. അതേപോലെ തന്നെ കുറച്ച് അനലറ്റിക്കൽ കോൺസ്റ്റൻസ്, കുറച്ച് വാല്യൂസ് ഉണ്ട്. ആസിഡ് വാല്യൂ, സാപ്പോണിഫിക്കേഷൻ വാല്യൂ, എസ്റ്റർ വാല്യൂ, അയഡിൻ വാല്യൂ, അസറ്റൈൽ വാല്യൂ, റിച്ചാർഡ് മിസൽ വാല്യൂ, ഇങ്ങനെയുള്ള വാല്യൂസ് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു, അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അതെങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളും നോക്കണം. നെക്സ്റ്റ് യൂണിറ്റാണ് പോളിന്യൂക്ലിയർ ഹൈഡ്രോകാർബൺസ്. അതായത് ഇത്രയും നേരം നമ്മൾ ബെൻസീൻ, ഫീനോൾ, അങ്ങനെയുള്ള കോമ്പൗണ്ട്സ് ആണ് നോക്കിയത്. അതായത് ഒരു റിംഗ് ഉള്ള കോമ്പൗണ്ട്. ഇത് പോളിന്യൂക്ലിയർ, അതായത് മോർ ദാൻ 1 ന്യൂക്ലിയസ് ഉള്ള കോമ്പൗണ്ട്സ്. നാഫ്തലിൻ, ഫിനാൻത്രീൻ, ആന്ത്രസിൻ, ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സ്. അല്ലെങ്കിൽ ഡൈഫീനൈൽ മീഥൈൻ, ട്രൈഫീനൈൽ മീഥൈൻ, അതായത് ബെൻസീൻ റിങ് മോർ ദാൻ 1 ഉള്ള കോമ്പൗണ്ട്സ്. അങ്ങനെയുള്ള കോമ്പൗണ്ട്സിൻ്റെ പ്രിപ്പറേഷൻ, കെമിക്കൽ റിയാക്ഷൻസ്, അതിൻ്റെ ഡെറിവേറ്റീവ്സ്, മെഡിസിനൽ യൂസസ്, കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഫിഫ്ത്ത് യൂണിറ്റിൻ്റെ അകത്തുള്ളത് സൈക്ലോ ആൽക്കെയിൻസ് ആണ്. സൈക്ലോ ആൽക്കെയിൻസ് എന്ന് പറയുമ്പോഴത്തേക്കും സൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ്, അതായത് ആൽക്കെയിൻസ് എന്ന് പറയുമ്പോൾ സിംഗിൾ ബോണ്ടുള്ള കോമ്പൗണ്ട്സ്. അപ്പോൾ ഈ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള സിംഗിൾ ബോണ്ട് കോമ്പൗണ്ട്സിൻ്റെ സൈക്ലിക് ഫോം, എക്സാമ്പിളായിട്ട് സൈക്ലോ പ്രൊപ്പൈൻ, സൈക്ലോ ബ്യൂട്ടൈൻ, അങ്ങനെയുള്ള കോമ്പൗണ്ട്സ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ അകത്ത് സൈക്ലോ പ്രൊപ്പൈൻ്റെയും സൈക്ലോ ബ്യൂട്ടൈൻ്റെയും റിയാക്ഷൻസും സിന്തസിസും നോക്കാനുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സൈക്ലോ ആൽക്കെയിൻസ്, അതിപ്പം 3 കാർബൺ ആറ്റം മുതൽ കുറേ, അതായത് കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് സൈക്ലോ ആൽക്കെയിൻസ് ലാർജ് ആയിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഈ സൈക്ലോ ആൽക്കെയിൻസിൻ്റെ ഓരോ സൈക്ലോ ആൽക്കെയിൻസിൻ്റെയും സ്റ്റെബിലിറ്റി എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 3 തിയറീസ് ഉണ്ട്. ആ തിയറിയൊക്കെ കവർ ചെയ്യുമ്പോൾ ആ ചാപ്റ്റർ ആവും. ഫാർമസ്യൂട്ടിക്കൽ ഓർഗാനിക് കെമിസ്ട്രി സെക്കൻഡിൻ്റെ അകത്ത് ഈ 5 യൂണിറ്റ് ഉണ്ട്. 5 യൂണിറ്റിൻ്റെ അകത്ത് ഇത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയും കൂടെ ആയപ്പോഴത്തേക്കും 4 സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞു. സിലബസിൽ ജസ്റ്റ് ബ്രീഫ് ഇൻട്രൊഡക്ഷനും പറഞ്ഞു. ഇനി
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ, അതായത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ട് എല്ലാ സബ്ജക്റ്റിലും. അതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസുമായിട്ട് വരാം. അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇതും കാണണം, ഇത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.